ഡൽഹിയിൽ തന്ത്രപ്രധാന യോഗം പ്രധാനമന്ത്രി വിവിധ സേനാ തലവന്മാരുമായി യോഗം ചേരുകയാണ്. പ്രതിരോധ മന്ത്രിയും സംയുക്ത സേനാ മേധാവിയും യോഗത്തിൽ പങ്കെടുക്കുന്നു. നാളെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗം ചേരുന്നതിന് മുന്നോടിയായിട്ടാണ് പ്രധാനമന്ത്രി സേനാ തലവന്മാരെ കാണുന്നത്. ടി.ജി. സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ഒരു തിരിച്ചടി ഉടൻ എന്ന സൂചന നൽകുകയാണോ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് സജിത്ത്? അശ്വതി സൂചിപ്പിച്ചതുപോലെ ഒരു തിരിച്ചടിക്ക് രാജ്യമൊരുങ്ങുന്നു എന്ന സൂചനയാണ് പൊതുവിൽ ഈ നീക്കങ്ങളെല്ലാം ഇട നൽകുന്നത്. അതിസുപ്രധാനമായ യോഗങ്ങളാണ് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിൻ്റെ നടക്കുന്ന യോഗങ്ങളുടെ തുടർച്ചയായിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ നീക്കം. ഇന്ന് പ്രധാനമന്ത്രി മറ്റൊരു പരിപാടിയിൽ കുട്ടികളോട് സംസാരിക്കുമ്പോൾ തന്നെ കുറഞ്ഞ സമയം വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട് എന്ന സൂചന പങ്കുവയ്ക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി ഇപ്പോൾ സേനാ തലവന്മാരെ കാണുകയാണ്. സംയുക്ത സേനാ മേധാവിയുണ്ടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രിയുമുണ്ട്. ഈ നീക്കത്തിന് ശേഷമാണ് നാളെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗം, കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നത്. തന്ത്രപ്രധാനമായ തീരുമാനം കൈക്കൊള്ളേണ്ട ഒരു യോഗമാണ് അത്. കാരണം രാജ്യം ഇത്തരം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് ഈ മന്ത്രിസഭാ യോഗത്തിലാണ്. അതുകൊണ്ട് തന്നെ നാളെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് രാജ്യം കടക്കുന്നു എന്ന സൂചന തന്നെയാണ് പൊതുവിൽ പങ്കുവയ്ക്കപ്പെടുന്നത്. എന്തായാലും ഇതൊക്കെ വലിയ തരത്തിലുള്ള നീക്കത്തിൻ്റെ തുടക്കം എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആഭ്യന്തര വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. ആഭ്യന്തര സെക്രട്ടറിക്ക് പുറമെ വിവിധ സേനാ തലവന്മാരും ഈ യോഗത്തിൽ പങ്കെടുത്തു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതായത് ആർമിയിലെ തന്നെ വിവിധ സേനാ വിഭാഗങ്ങളുടെ BSF, CRPF അടക്കമുള്ള സേനാ വിഭാഗങ്ങളുടെ തന്നെ തലവന്മാരുടെ യോഗമാണ് ചേരുന്നത്. അങ്ങനെ സംയുക്തമായ ആലോചനകളും കൂടിയാലോചനകളും നീക്കങ്ങളും ഇന്ത്യ നടത്തുന്നു. ഇതിനിടയിൽ നയതന്ത്ര തലത്തിലുള്ള മറ്റു നീക്കങ്ങളും സമാന്തരമായി നടത്തുന്നുണ്ട്. എന്തായാലും ഈ യോഗങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനമന്ത്രി ഇന്ന് സേനാ തലവന്മാരെ കാണുമ്പോൾ പങ്കുവയ്ക്കപ്പെടുന്ന വിഷയമെന്താണ്? അതിർത്തിയിലെ സാഹചര്യങ്ങൾ പങ്കുവച്ചേക്കാം. ഇന്ത്യ ഒരു സൈനിക നീക്കത്തിന് ഒരുക്കമിടുകയാണോ? അങ്ങനെയെങ്കിൽ നാളെ സർക്കാർ അത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമോ എന്ന പ്രധാനപ്പെട്ട ആകാംക്ഷയുയർത്തുന്ന ചോദ്യത്തിലേക്കാണ് കാര്യങ്ങൾ നീളുന്നത്. സജിത്ത്, അതിലേറ്റവും പ്രധാനമന്ത്രിയുടെ ആ വാക്കുകൾ, സമയം വളരെ കുറവാണ്, ലക്ഷ്യം വലുതാണ് എന്നുള്ളത്, അത് ഇതിനൊരു മുന്നോടിയായുള്ള ഒരു വാക്കുകളായി നമ്മൾ കാണേണ്ടേ? ഏകദേശം തീരുമാനങ്ങളാകുന്നു, ഇനി അത് നടപ്പിലാക്കുക എന്നതാണ് ഇപ്പോൾ ചേരുന്ന യോഗങ്ങളുടെ അജണ്ട എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അശ്വതി, പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുത്ത യോഗത്തിന് അത്തരമൊരു സ്വഭാവമുള്ള യോഗമായിരുന്നില്ല. അദ്ദേഹം മറ്റ് ചില വിഷയങ്ങൾ പരാമർശിക്കുന്നതിനിടയിലാണ് ഈ വാക്കുകൾ പ്രയോഗിച്ചത്. അദ്ദേഹം തന്നെ ഇപ്പോഴത്തെ ഏതെങ്കിലും സാഹചര്യം കൊണ്ടല്ല താൻ ഇത് പറയുന്നത് എന്ന രീതിയിൽ അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുണ്ട്. പക്ഷേ പൊതുവിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ മറ്റു ചില സൂചനകൾ നൽകുന്നുണ്ട്. മാധ്യമങ്ങളടക്കം അത് സ്വാഭാവികമായും ആ സാധ്യത തന്നെയാണെന്ന വിലയിരുത്തലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് ഇപ്പോൾ അത്തരമൊരു പ്രസക്തി തീർച്ചയായും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പ്രസക്തി ഏറുകയും ചെയ്യുകയാണ്. പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടുത്തെ നേതാക്കളുടെ പ്രസ്താവനകളും ആ തരത്തിലാണ്. അതുകൊണ്ട് മറ്റു രാജ്യങ്ങളുടെ പിന്തുണ നേടാൻ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ടാവുന്നുണ്ട്. എന്താണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന നീക്കം? നാളത്തെ മന്ത്രിസഭാ യോഗത്തിലുണ്ടാവുന്ന പ്രധാനപ്പെട്ട നീക്കം എന്തായിരിക്കുമെന്നത് ഏറെ ആകാംക്ഷയായി മാറുകയാണ്. നാളത്തെ ദിവസം അതുകൊണ്ട് തന്നെ നിർണായകമാണ് താൻ. ശരി, നിർണായക യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ടി.ജി. സജിത്താണ് വിവരങ്ങൾ നൽകിയത്.